So we are continuing the second class. Good morning. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇന്നത്തെ ഈ സെക്കൻഡ് സെഷനിൽ we are going to see about online education. അപ്പോൾ first class completely it has been depended on what is e-learning and what are the advantages and disadvantages and what are the principles of e-learning. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഓൺലൈൻ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ്. ഹൗ ഫാർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് തിങ് ഇസ് എങ്ങനെയാണ് നമുക്കിതിന് ട്രാൻസ്ഫോർമേഷൻ, ക്ലാസ് റൂം ടീച്ചിങ് എന്നുള്ളൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷനാണ് എ ടീച്ചർ ആൻഡ് എ സ്റ്റുഡൻറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. Okay, so firstly we'll move on with the definition of online learning. What is online learning എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ രണ്ട് പേര് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മിസ്റ്റർ ഖാൻ 1997 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൈൻഡ് ഓൺലൈൻ ലേണിംഗ് ആസ് ദ ഡെലിവറി ഓഫ് ഇൻസ്ട്രക്ഷൻ ടു എ റിമോട്ട് ഓഡിയൻസ് യൂസിങ് ദ വെബ് ആസ് ആൻ ഇൻ്റർമീഡിയറി. സോ ഇവിടെ നമ്മൾ റിമോട്ട് ഓഡിയൻസ്, നമ്മുടെ മുമ്പിൽ ആരുമില്ല, പക്ഷെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വി ആർ ഗിവിങ്. ഓക്കെ, ഈ ഓഡിയൻസ് തൽക്കാലം നമ്മുടെ മുമ്പിലില്ല, അവരെവിടെയൊക്കെയാണ്. നമ്മളെ എപ്പോഴെങ്കിലാണ് നമ്മളത് എന്താ പറയുക ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അതിനെ ഇൻ്റർമീഡിയറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന വ്യക്തിയും അല്ലെങ്കിൽ ടീച്ചറിനെയോ അതേപോലെ തന്നെ സ്റ്റുഡൻറ്റിനെയും കണക്റ്റ് ചെയ്യുന്നത് ഇവിടെ വെബിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഒരു ഡെഫിനിഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണത്. ഇനി കാർലിനർ 1999 ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഓൺലൈൻ ലേണിംഗ് ആസ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ദറ്റ് ഈസ് പ്രസൻറ്റഡ് വയ എ കമ്പ്യൂട്ടർ. സോ ഓൺലൈൻ ഒരു എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്കലി സപ്പോർട്ടഡ് ലേണിംഗ് ആണ്. ദാറ്റ് റിലൈസ് ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിനെ ബേസ് ചെയ്തിട്ട് ഇൻ്റർനെറ്റാണ് നമ്മളവിടെ ഇൻ്റർമീഡിയറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടീച്ചറായാലും സ്റ്റുഡൻ്റ് ആയാലും അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്ലാസ് മെറ്റീരിയൽസ് ആയാലും ഇതിനൊക്കെ നമുക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദിസ് ഈസ് നോൺ ആസ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഡെഫിനിഷനിൽ whichever is most easier for you, you can learn any definition. What is അല്ലെങ്കിൽ define online learning എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ which definition which you have learned which is very comfortable for you, you can present it. And then now we are moving on with the online education programs. എന്തൊക്കെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എന്നുള്ളത്? നമുക്ക് മെയിനായിട്ട് 4 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഒന്ന് 100% ഓൺലൈൻ എഡ്യൂക്കേഷനാണ്. ഫുള്ളി ഓൺലൈൻ ഡിഗ്രീസ് ആർ ഓഫേർഡ് അറ്റ് ദ കംഫർട്ട് ഓഫ് ലേർണർ അറ്റ് ഹിസ് ഓൺ ഹോം ഓർ വർക്ക് പ്ലേസ് ആൻഡ് നോ നീഡ് ടു വിസിറ്റ് ടു എ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. 100% ഓൺലൈൻ എഡ്യൂക്കേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എ സ്റ്റുഡൻറ്റ് don't want to go to a college or don't want to go to a university campus. എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അവർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, അതല്ലാന്നുണ്ടെങ്കിൽ അറ്റ് വർക്ക് പ്ലേസിലിരുന്നുകൊണ്ട് തന്നെ they can have their education എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഈസ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ. ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സംതിങ് വിച്ച് വി ആർ കമ്പൈനിങ്. ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ allows students to pursue a combination of online and ഓൺ ക്യാമ്പസ് കോഴ്സസ്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ വരുന്നുണ്ട്, ഓൺലൈനായിട്ടും ഓൺ ക്യാമ്പസ് ആയിട്ടും. അപ്പോൾ ചിലപ്പോൾ ചില ക്ലാസ്സുകൾ ക്യാമ്പസിൽ വെച്ചിട്ടായിരിക്കും, ചില ക്ലാസ്സുകൾ ഓൺലൈനായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് വരുന്ന കാര്യം എഡ്യൂക്കേഷൻ, ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ് വി കോൾ ഇറ്റ് ആസ് ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് ഓൺലൈൻ കോഴ്സസ്. While online courses may be part of a degree program. So ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചില കോഴ്സസ് ഓൺലൈൻ ആയിരിക്കും. സോ അവർക്ക് താല്പര്യമുള്ള
കാര്യങ്ങൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ സ്പെസിഫിക് സ്കില്ലിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ദേ ക്യാൻ ഓൾസോ ബി ടേക്കൺ ഇൻ ദെയർ ഓൺ in order to learn a certain subject or learn a specific skill. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സ്കില്ലിനെ കുറിച്ചിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓൺലൈൻ കോഴ്സ് ഏതിൻ്റെ ഭാഗമായിട്ട് ഡിഗ്രിയുടെ ഭാഗമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 100% ഓൺലൈൻ എഡ്യൂക്കേഷൻ ഉണ്ട്, ഹൈബ്രിഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, ആൻഡ് തേർഡ് വൺ ഇസ് ഓൺലൈൻ കോഴ്സസ്, ആൻഡ് ഫോർത്ത് വൺ ഇസ് MOOC. ഷോർട്ടായിട്ട് നമ്മൾ പറയുന്നതാണ് MOOC, MOOC, ദാറ്റ് ഈസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഇറ്റ് ഈസ് മാസീവായിട്ട് നമ്മളൊരു ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്നതാണ്. യൂഷ്വലി ഡെലിവേർഡ് ഇൻ lectured form to online classrooms with large number of students. So അവിടെ നമുക്ക് കുട്ടികളെ കണ്ട് നമുക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു ഫെസിലിറ്റീനെയാണ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലേണിങ്ങിനെയാണ് MOOC എനേബിൾ ചെയ്യുന്നത്. No matter which type or types of online education programs available, the most popular degree programs offered online include nursing. ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്ലാസ് വേണ്ടതാണ്, പക്ഷേ അതിനെ കുട്ടികളെ കണ്ട് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു കോഴ്സും കൂടിയാണ് നഴ്സിംഗ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ക്രിമിനൽ ജസ്റ്റിസ്, അക്കൗണ്ടിങ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും MOOC എന്നതിലൂടെ നമുക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. സോ ദീസ് ആർ ദ 4 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് പ്രൊവൈഡഡ്. ഇനി we will move on with the features of online learning. Focus has shifted from teaching to learning. ഇപ്പോൾ നിങ്ങൾക്കറിയാം ടീച്ചേഴ്സിനുള്ള റോൾ എന്ന് പറയുന്നത് അവരൊരു ഫെസിലിറ്റേറ്ററായിട്ട് നിന്നാൽ മതി. കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? കുട്ടികൾ ചെയ്യും. അപ്പോൾ അവർ ചെയ്യുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു തടസ്സം വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല, അറിയണില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതുള്ളൂ. കാരണം ഇന്ന് ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് മെത്തേഡ് എന്നുള്ളത് മാറിക്കഴിഞ്ഞു. ടീച്ചിങ് എന്നുള്ളത് ഏതിലേക്ക് വന്നു? ലേണിംഗ് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു. പണ്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്ന് അതെല്ലാം നമ്മൾ ചെയ്യുകയാണ്. വി ആർ ഡൂയിങ് ഇറ്റ് ഓൺ അവർ ഓൺ. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണുള്ളൂ. ലേണിംഗ് വെൻ വി ആർ ലേണിംഗ് ടു ഡു ദാറ്റ്, ഓക്കെ, അപ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? അത് ലേണിംഗ് ആയിട്ട് മാറുന്നത്. ഇന്ന് ടീച്ചിങ് അല്ല, ഇന്ന് ലേണിംഗ് ആണ് ക്ലാസ് റൂമുകളിൽ നടക്കുന്നത്. ബിക്കോസ് സ്റ്റുഡൻസ് ആർ എക്യുപ്ഡ് ടു നോ അല്ലെങ്കിൽ ടു യൂസ് ദ ടെക്നോളജീസ്. ടെക്നോളജി മാത്രമല്ല, ഒരു കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടീസിൽ കൊണ്ടുവരാനും ഇന്ന് കുട്ടികൾക്ക് അതിനാണ് താല്പര്യം. അപ്പോൾ ടീച്ചിങ്ങിലല്ല എന്തിനാണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ലേണിംഗ്. We are equipping them, we are making them to do those things. Okay, അതാണ് അവിടെ വരുന്ന ഡിഫറൻസ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഓൺലൈൻ ലേണിംഗ് ഇസ് സ്റ്റുഡൻറ്റ് സെൻറ്റേഡ്. സോ അവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽസ് കൊടുക്കുന്നത് അവർക്ക് മുഴുവനും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് മുഴുവൻ സ്റ്റുഡൻറ്റിനാണ്. ദ ലേണിംഗ് പ്രോസസ് മോഡൽ ഹാസ് ചേഞ്ച്ഡ് ഫ്രം എ മിയർ ഇൻപുട്ടിംഗ് മോഡൽ ഇൻ വിച്ച് ഇൻപുട്സ് കൺസിസ്റ്റ് ഓഫ് presented knowledge and the output is measured on what is known to them, that deals with the construction of cognition and competencies. അപ്പോൾ നമ്മളൊരു മോഡൽ കാണിച്ചു കൊടുക്കുന്നു ആൻഡ് ഹൗ ദേ ആർ മേക്കിംഗ് ഇറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സബ്മിഷൻ ഓൺ ദാറ്റ്. സോ വി ആർ ഗിവിങ് പ്രോജക്ട്സ് ടു ദെം. സോ after they are completing the work, they are submitting to the teachers. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന അപ്പോൾ നമുക്ക് അതിലറിയാൻ പറ്റും ഹൗ ദ സ്റ്റുഡൻറ്റ് ഇസ് കോമ്പറ്റിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. ഹൗ ഇസ് അച്ചീവിങ്, ഹൗ ഫാർ ഹി ഹാസ് ലേൺഡ് അബൌട്ട് ദോസ് തിങ്സ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓൺലൈൻ ലേണിംഗ് ഇസ് ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലേണിംഗ് എൻവയൺമെൻറ്റ്സ്. ഓൺലൈൻ ലേണിംഗ് with its focus on the learner is moving from the traditional institution-centered focus towards a support of learning. നമ്മളൊരു റൂമിലേക്ക് എത്തുക അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലേക്ക് വരിക,
ആ ഒരു രീതിയിൽ നിന്നൊക്കെ മാറി വി ആർ എക്സ്പ്ലോറിങ് ഇറ്റ്. ദറ്റ് ഈസ് ദ റോൾ ഓഫ് ഇൻസ്ട്രക്ടർ ഇസ് മൂവിങ് ടുവേർഡ്സ് ബീയിങ് ദ കൺസ്ട്രക്ടർ. ഇൻസ്ട്രക്ടർ മാറി ഇപ്പോൾ അവരോടൊപ്പം കുട്ടികളോടൊപ്പം നമ്മൾ കൺസ്ട്രക്ടർ റോളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് ഓഫ് ദ ലേണിംഗ് എൻവയൺമെൻറ്റ് ആൻഡ് ഹാസ് എൻ അഡ്വൈസർ ടു ദി ലേണർ. അപ്പോൾ പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു അഡ്വൈസർ എന്ന നിലയ്ക്ക് മാത്രമേ നമ്മൾ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ബാക്കിയുള്ള ദ സ്റ്റുഡൻസ് ആർ ലേണിംഗ് ടു ഡു തിങ്സ്. നെക്സ്റ്റ് വൺ is online learning is active. The learner becomes competent to own, manage and schedule their learning by themselves. This can be a difficult task for some learners who for the first time may be experiencing the ability to control what was typically controlled by the instructor. Online learning എന്ന് പറയുന്നത് കോമ്പീറ്റൻ്റ് ആണ്. നമുക്ക് മാനേജ് ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു പേഴ്സൺ ആയാലും എല്ലാവർക്കും ഇറ്റ് ഈസ് ഏബിൾ ടു റീച്ച് എന്നുള്ളതാണ് പറയുന്നത്. ഓൺലൈൻ ലേണിംഗ് ഷുഡ് ബി ഇൻറ്ററാക്റ്റീവ് ആൻഡ് കൊളാബറേറ്റീവ്. മീഡിയ എനേബിൾഡ് ലേണേഴ്സ് ആർ എംപവേർഡ് ടു ഇൻട്രാക്ട് വിത്ത് ദ കണ്ടൻറ്റ് ഓഫ് ദ കോഴ്സ്. അപ്പോൾ നമ്മളതിൽ എങ്ങനെയാണ് വി ആർ ഇൻസ്ട്രക്റ്റിംഗ്, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടികളിനെ പഠിപ്പിച്ച് കൊടുക്കുന്ന രീതി, അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാക്കുന്ന രീതി, അതൊക്കെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്ന 5 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന്, ടീച്ചിങ് എന്നുള്ളത് മാറി ഇപ്പോൾ ലേണിംഗ് എന്നുള്ളതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓൺലൈൻ ലേണിങ്ങിൽ ഇവിടെ എപ്പോഴും സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. ആൻഡ് തേർഡ് വൺ ഇസ് ലേണിംഗ് എൻവയൺമെൻറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഫോർത്ത് വൺ ഇസ് ഓൺലൈൻ ലേണിംഗ് എപ്പോഴും നമ്മൾ ആക്റ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ഓൺലൈൻ ലേണിംഗ് ഷുഡ് ബി ഇൻട്രാക്റ്റീവുമാണ്, അതേപോലെ തന്നെ കൊളാബറേറ്റീവുമാണ്. നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് ദി ഫാക്കൽറ്റി മെമ്പർ ഇൻ ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ എന്താണ് ഒരു ഫാക്കൽറ്റിയുടെ റോൾ, എന്താണ് അവിടെ? ക്ലാസ് റൂമിലാകുമ്പോൾ ടീച്ചർ എന്താണ് ചെയ്യുക, ഓൺലൈനിലാകുമ്പോൾ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? സോ ഹിയർ ഫിൽസ് ദി ഡിഫറൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാപ്പ് എന്താണെന്നുണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യും. Okay, the role of the faculty member change in an online environment. The faculty members' activities can be broken down into 6 categories. So what a faculty do in the online class? It is categorized into 6. Organization and structure. Defining the objectives both at the course and module level. എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കോഴ്സിനെ കുറിച്ച്, നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡിഫൈൻ ഇറ്റ്, അതിനെക്കുറിച്ചുള്ള ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു ഭാഗം. സെക്കൻഡ് വൺ ഇസ് ക്രിയേഷൻ ആൻഡ് സെലക്ഷൻ. The faculty member is responsible for creating or procuring the educational activities that support the learning environment. ചിലപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങൾ ഓൺലൈനിലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മോഡൽസായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോസായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ദാറ്റ് ഈസ് എന്താ പറയുക, ഇതിനോട് ചേർന്നിട്ടുള്ള കാര്യങ്ങൾ, അതിനുള്ള ക്രിയേറ്റിവിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാം. അതിലേക്ക് ഇവരുടെ ടോപ്പിക്കിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യാം. ആൻഡ് ദെൻ തേർഡ് വൺ ഈസ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിൽ വരുന്നത് ടീച്ചേഴ്സ് ആർ ഓൾസോ റെസ്പോൺസിബിൾ മേക്കിംഗ് അസസ്മെൻറ്റ്, അപ്രോപ്രിയേറ്റ് അസസ്മെൻറ്റ് മെത്തേഡ്സ്. ഇപ്പോൾ നമുക്ക് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന നമ്മൾ ഇൻട്രാക്ഷൻ ക്ലാസ്സസിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റും. ബട്ട് ബിയോണ്ട് ദാറ്റ് നമുക്ക് എല്ലാ കുട്ടികളെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടണം. നമുക്ക് ഇൻട്രാക്റ്റീവ് സെഷനിലൊക്കെ നമുക്ക് എല്ലാ സ്റ്റുഡൻസിലേക്കും നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റിയെന്ന് ചിലപ്പോൾ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യണം. അപ്പോൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്താണെങ്കിൽ ഹൗ ഫാർ ദേ ആർ നോൺ അബൌട്ട് ദി സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അസസ്മെൻറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ വി ആർ മേക്കിംഗ് ദം ടു ഡു സംതിങ്. അപ്പോൾ ഇതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്ക് കൊടുക്കാം, പ്രൊജക്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ അവർക്ക് ദാറ്റ് ഈസ് അവർ പഠിച്ചതും അവർ കേട്ടതും ബേസ് ചെയ്തിട്ട് അവർക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.
And then is moderation and facilitation. Acting as the advisor, facilitating interaction, providing individualized support. The instructor in the traditional classroom has these same requirements as online instructor. നമുക്ക് എന്താ പറയുക, അഡ്വൈസറായിട്ടോ ഫെസിലിറ്റേറ്റിംഗ് ഇൻട്രാക്ടറായിട്ടോ പ്രൊവൈഡിങ് ഇൻഡിവിജ്വൽ സപ്പോർട്ടായിട്ടോ ഇതൊക്കെ നമുക്ക് ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈൻ ഇൻസ്ട്രക്ഷനിലും അല്ലെങ്കിൽ ആ ഒരു മീഡിയയിലും നമുക്കിത് ആവശ്യമാണ്, നമുക്ക് ചെയ്യാനും പറ്റും. And then supporting learning strategies. Online strives to provide mass customization in which learner can develop the core competencies using learning strategies that are best for that user and can expand beyond if the learner has more interest. ഇവിടെ supporting learning strategies ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. If the particular student has more interest on any particular subject, അവർക്ക് അതിലേക്ക് ഡീപ്പായിട്ട് പോകാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റുള്ള സബ്ജക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഓറിയൻറ്റേഷൻ ഓഫ് കൊളാബറേറ്റീവ് ലേണിംഗ്. ഓൺലൈൻ ലേണിംഗ് ക്യാൻ ആൻഡ് ഷുഡ് ബി എ കൊളാബറേറ്റീവ് എഫേർട്ട്. Certain types of learners require collaborative feedback as validation. സോ ആസ് എ ഹോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. സ്റ്റുഡൻറ്റും അതേപോലെ തന്നെ ഫാക്കൽറ്റിയും എല്ലാവർക്കും, ദാറ്റ് ഈസ് അവർ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും നമ്മൾ സപ്പോർട്ടീവ് മെറ്റീരിയൽസ് ആയാലും മോഡൽസ് ആയാലും ഇൻസ്ട്രക്ഷൻസ് ആയാലും ഇതിനൊക്കേറ്റിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, സോ ഇതാണ് ഒരു ഫാക്കൽറ്റി മെമ്പർ എന്ന് പറയുമ്പോൾ ഓൺലൈൻ ലേണിങ്ങിൽ നമുക്ക് ക്ലാസ് റൂം ട്രാൻസാക്ഷനിൽ നടക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് വി ക്യാൻ ഡു ഇറ്റ്. ഇഫ് യു വാണ്ട് വി ക്യാൻ ഡു ഇറ്റ്. നമുക്ക് കളക്റ്റീവായിട്ട് ഓരോ കുട്ടികളെയും കണ്ട് നമുക്ക് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതെല്ലാം നമുക്ക് ടോപ്പിക്കും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സബ് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് ഡെഫിനിഷൻസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐസൊലേഷനിലുള്ള ആ ഒരു സെക്ഷൻ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡീപ്പറായിട്ട് തന്നെ നമുക്ക് പഠിക്കാനും സബ്ജക്റ്റിനെ കുറിച്ച് അറിയാനും ബെനിഫിഷ്യലാണ്. Okay, and now we will move on with the positive and negative effects of learning online. Online education offers many positive benefits to students. The primary benefit എന്ന് പറയുന്നത് of an online program is flexibility. How far it is flexible. നമുക്ക് നന്നായിട്ട് അറിയാം, ഒരു കുട്ടിക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സർട്ടൺ ഏജ് വരയ്ക്കും നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു ഇതിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രൈമറി എഡ്യൂക്കേഷൻ, അതേപോലെ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഇറ്റ്സ് ബിയോണ്ട് ദാറ്റ്. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് ശേഷം നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പഠിക്കാം. പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പഠിച്ച് എക്സാമിനേഷൻസ് എഴുതും ചെയ്യും. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു, അലക്സാണ്ടർ IPSനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സാറിൻ്റെ എക്സാമിനേഷൻ ടിപ്സും കാര്യങ്ങളൊക്കെ കേൾക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും പഠിക്കണം എന്നുള്ളൊരു തോന്നലും ഇങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എഴുതി അത് അച്ചീവ് ചെയ്യാമെന്നുള്ളതും ആളുടെ കുറേ ക്ലാസ്സസിൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര മോട്ടിവേഷണൽ സ്പീച്ചാണ്. ഓക്കെ, സോ ദ പ്രൈമറി ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി തന്നെയാണ്. എപ്പോൾ വേണം 24/7 എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ഇസ് ദർ ഇസ് നോ കമ്മ്യൂട്ടിങ് ഓർ പാർക്കിംഗ് ഹാസസ്. ഇവിടെ വരുന്നത് നമ്മൾ വരണം, ഒരു സ്ഥലത്തേക്ക് വരണം, അല്ലെങ്കിൽ അവിടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്യണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ഹാസൽസും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഹാസൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസും കോഴ്സസും നമുക്ക് നമ്മുടെ സൗകര്യത്തിൽ നമുക്കിരുന്ന് പഠിക്കാവുന്നതാണ്. ലേണേഴ്സ് ലേൺ ടു ബിക്കം റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ എഡ്യൂക്കേഷൻ വിത്ത് ഇൻഫർമേഷൻ അവൈലബിൾ അറ്റ് ദെയർ ഫിംഗർ ടിപ്സ്. നമുക്ക് എത്രത്തോളം നോളജ് അക്വയർ ചെയ്യണം,
നമ്മൾ എത്രത്തോളം ഗ്രോത്ത് അച്ചീവ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ചിന്തയ്ക്ക് വിട്ട് തന്നേക്കുന്നതാണ്. സോ വി വാണ്ട് ടു എക്സ്പാൻഡ് അവർ സെൽഫ്. എത്ര നോളജ് വേണമെന്നുണ്ടെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഫെസിലിറ്റി നമുക്കിവിടെ അത് നമ്മുടെ ഡിസിഷനാണ്. നിങ്ങൾ എത്ര അറിഞ്ഞാൽ മതി, അങ്ങനെയല്ല. സോ ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് ഇറ്റ്, ഇറ്റ് ഈസ് ക്ലിയർലി ഗിവിങ് യു ദി freedom to know more about it. Okay, and then as the submission of assignments is easy and convenient. So it is easy to make interaction with other students and teachers. ഇവിടെ അസൈൻമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും അസൈൻമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, നമ്മളത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അവരുടെ ടീച്ചേഴ്സിനായാലും അത് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് നോക്കാനും കുട്ടികൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്ത് അത് ചെയ്യാനുമുള്ള ഒരു ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഈസി ടു മേക്ക് ഇൻട്രാക്ഷൻ വിത്ത് അതർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഓൾസോ. പിന്നെ അതെല്ലാം കുട്ടികൾക്ക് ബാക്കിയുള്ള ടീച്ചേഴ്സ് നമുക്ക് ഇൻട്രാക്റ്റീവ് സെഷൻ ഉണ്ട്. ഇൻട്രാക്റ്റീവ് സെഷനിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോഴും നമുക്ക് അതിനുള്ള ഇൻട്രാക്റ്റീവ് സെഷനിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇറ്റ് അലൗസ് ദം ടു സ്റ്റഡി ആൻഡ് ടേക്ക് ടെസ്റ്റ് അറ്റ് എ ടൈം ആൻഡ് പ്ലേസ് ദറ്റ് വർക്ക്സ് ബെസ്റ്റ് ഫോർ ദം ലേൺ അറ്റ് ദെയർ ഓൺ പേസ്. നമ്മുടെ സ്പീഡ് അനുസരിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. നമുക്ക് പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അവർ ക്ലാസ്സുകളിൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഓരോ ചാപ്റ്ററുകൾ കഴിയുമ്പോഴും ഒരു ഗൂഗിൾ ഫോം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് എത്രത്തോളം അറിയാനായിട്ട് പറ്റും, ആ ടോപ്പിക്കിനെ കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് കുട്ടികൾ എന്നുള്ളത് നമുക്കറിയാനായിട്ട് പറ്റും. ഓക്കെ, and then is the benefits that come with online learning depend a lot on the individual. എല്ലാ കാര്യങ്ങളും ഒരു ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻഡിവിജ്വലിനെ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യണം എന്ന് തോന്നുമോ അതിനനുസരിച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. While some students simply enjoy the convenience of studying in their institutions, others must choose online education in order to stay home. Still, the biggest charm with online degree programs has to do with location. ചില ആൾക്കാർക്ക് കോളേജുകളിൽ സെലക്ട് ചെയ്യുക, കോളേജുകളിൽ പോയിട്ട് പഠിക്കുക എന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ചില ആൾക്കാർ ഡ്യൂ ടു സം ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു കാര്യമാണ് നമുക്കതിൽ കാണാനായിട്ട് പറ്റുക. അതായത് അവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, അവർക്ക് ഓൺലൈൻ എഡ്യൂക്കേഷൻ സെലക്ട് ചെയ്യേണ്ടി വരും ബിക്കോസ് ഓഫ് സം ലിമിറ്റേഷൻസ് ഓർ സം ഡിഫിക്കൽട്ടീസ്, അങ്ങനെയാവാം. പക്ഷേ ഇന്ന് ഒരു ഡിഫിക്കൽട്ടീസും നമുക്കൊന്നും പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും നമ്മൾ ഒരേപോലെ ഈ ലേണിംഗ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ ലേണിംഗ് ആണ് നമ്മളിന്ന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ച്, അതൊരു ബിഗ്ഗസ്റ്റ് ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും വി ഹാവ് ടു സ്റ്റേ അറ്റ് ഹോം ആൻഡ് വി ഹാവ് ടു ബി സേഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലേണിംഗ് ഈ വർഷം എല്ലാ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, സോ കോളേജിൽ പോവുക, സ്കൂളിൽ പോവുക എന്നുള്ള ഒരു ടെൻഡൻസി അവിടെ മാറിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കുള്ളത് കാര്യങ്ങളൊക്കെ നമ്മളെവിടെയാണോ ഇരിക്കണത് അവിടേക്ക് എത്തും, നമ്മുടെ കൺമുന്നിലേക്ക്, നമ്മുടെ കൈയിൻ്റെ അകത്തേക്ക് എല്ലാ ഇൻഫർമേഷനും എത്തുമെന്നുള്ള രീതിയാണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻസ് ഹു പെർസ്യൂ ഓൺലൈൻ ഡിഗ്രീസ് മേ നോട്ട് ഹാവ് ടു ക്വിറ്റ് ദെയർ ജോബ്സ് ടു അറ്റൻഡ് കോളേജ്. ഇനി അതെല്ലാം നമ്മൾ ജോലിക്കാരാണ്, കോളേജുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജോലി കളയേണ്ട ആവശ്യമില്ല. വെൻ വി ഹാവ് ടൈം വി ക്യാൻ ലേൺ, commute to and from their college campus, plan their day around their course schedule, spend money on parking or babysitting. ഒന്നത്തിനും നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. കാരണം എന്ത് കാര്യങ്ങളാണോ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത്, എന്ത് കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് ഓൺലൈൻ ലേണിങ്ങിലൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഈസ്, ഓഫ് കോഴ്സ് നത്തിങ് ഈസ് perfect, and while there are many benefits, online education does have some drawbacks. എത്രത്തോളം ഇതിന് നമ്മൾ അഡ്വാൻറ്റേജസ് മെറിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇറ്റ് ഹാസ് സം നെഗറ്റീവ്സ് ഓൾസോ ഫോർ ദിസ് ഓൺലൈൻ ലേണിംഗ്. എന്തൊക്കെയാണ്? മേ മിസ് ദ ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ. ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്നത് എന്താണ്? ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ വിത്ത് ദ ടീച്ചേഴ്സ് ആൻഡ് എമംഗ് സ്റ്റുഡൻസ്. അപ്പോൾ കുട്ടികളും ടീച്ചേഴ്സും തമ്മിലുള്ള ഫേസ് ടു ഫേസ് ഇൻറ്ററാക്ഷൻ ഇല്ലാതാവണം, അവരായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാണ്ടാകുന്നൊരു സിറ്റുവേഷൻ.
may prefer to attend traditional classes with teachers who teaches and guides them through the course. പല കുട്ടികളും അല്ലെങ്കിൽ പല ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോഴും ട്രഡീഷണൽ ക്ലാസ്സസ് തന്നെയാണ്. To find access to the necessary technology challenging and the availability of technical support limited. അപ്പം നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിതൊക്കെ ഒരു ചാലഞ്ച് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് എത്താനും അതിലെല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള ഡിഫിക്കൽട്ടീസ്, അപ്പോൾ അങ്ങനെ കുറച്ച് നെഗറ്റീവ്സും നമുക്കതിൽ ഉണ്ട്. ഇൻ അഡീഷൻ സം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹു ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ വർക്ക് ലോഡ് മേ ഡിസ്പ്ലേ എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസ് വെൻ ദേ ആർ പ്രൊവൈഡിങ് അല്ലെങ്കിൽ ദ ടീച്ചേഴ്സ് വെൻ ദേ ആർ പ്രൊവൈഡിങ് സംടൈംസ് ചിലപ്പോൾ ഒരു മിസ്ലീഡിങ് ആയിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കാം ഓൺലൈൻ ലേണിങ്ങിനെ കുറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഓൺലൈനിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നതും അതേപോലെ തന്നെ ഒരു ഫാക്കൽറ്റി മെമ്പറിൻ്റെ റോൾ എന്താണെന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു ഡിജിറ്റൽ ഏജ് ലേണറിനെ കുറിച്ച് നോക്കാം. ഡിജിറ്റൽ ലേണേഴ്സ് ആർ ഓൾസോ നോൺ ആസ് നെറ്റ് ജനറേഷൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് നമ്മൾ പഠിച്ചപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞത് ഓർമ്മയിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. Technology-savvy students who have grown up immersed in technology and whose way of learning is shaped technology. So ഇവിടെ വരുന്നത് ഡിജിറ്റൽ ലേണേഴ്സ് എന്ന് പറയുന്ന ധാരണയാണ്. അവർ ജനിക്കുന്നതിനേക്കാളും മുൻപ് തന്നെ ഈ പറയുന്ന ടെക്നോളജീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി കുറച്ചും കൂടിയും നമ്മൾ ഓൾഡർ ജനറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾഡർ ജനറേഷനാണ് ആദ്യം വന്നത്, അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ടെക്നോളജി വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ പുതിയ ടെക്നോളജി വന്നു എന്നുണ്ടെങ്കിൽ അവർക്കത് യൂസ് ചെയ്യാനും അത് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാനുള്ള ചെറിയ ഡിഫിക്കൽട്ടീസ്. പക്ഷേ നമ്മൾ ജനിക്കുന്നതിനേക്കാളും മുൻപ് തന്നെ ടെക്നോളജി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈസിലി ആക്സസബിൾ ആണ്. ഓക്കെ, സോ ചെറിയൊരു നിങ്ങൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ഒരു ഓൾഡർ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ഫാദറിൻ്റെ ഒരു സ്റ്റേജൊക്കെ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ആ ഒരു ജനറേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ തുടക്കം മുതലുണ്ട്, ഈ ടെക്നോളജിയുടെ തുടക്കം മുതലുണ്ട്. ഏത് ടെക്നോളജിയുടെ? അവർക്ക് ഫോൺ വന്ന കാലം ഓർമ്മയുണ്ട്. ഓക്കെ, ദ സെക്കൻഡ് വേൾഡ് വാറിന് ഉണ്ടായ കാലം ഓർമ്മയിലുണ്ട്. അപ്പോൾ അവർ ആ ഒരു സ്ട്രഗിൾ അവരെന്താണെന്നുള്ള അനുഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പിന്നെ ലാൻഡ് ലൈൻ ടെലിഫോൺസ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ടെലിഫോൺ ആദ്യം ഒരു ടെലിഫോണൊക്കെയാണ് ഒരു പഞ്ചായത്തിലോ അങ്ങനെ അത് ഉണ്ടായിരുന്നത്. സോ അവിടുന്ന് വന്നിട്ടുള്ള മാറ്റങ്ങൾ ആ സമയത്ത് ദറ്റ് ഈസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഓട്ടോമൊബൈലിൽ നോക്കിയാലും അന്ന് അത്രത്തോളം വെഹിക്കിൾസ് ഒന്നും എവിടെയില്ല, നമുക്ക് നിരത്തിലുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം അവിടുന്ന് തൊട്ടുള്ള അവരുടെ മാറ്റം, റേഡിയോൻ്റെ ഒരു ഇൻവെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും പുതിയത് വന്നപ്പോൾ അവർ കണ്ടിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോഴും അവരുണ്ട്. അപ്പം ഇപ്പോഴും അവർക്ക് എന്താ അറിയാം, പുതിയ ടെക്നോളജി എത്രത്തോളം വളർന്നിട്ടുണ്ട്. പക്ഷേ അത് എല്ലാവരും ഒരേപോലെ അക്വയർ ചെയ്തിട്ടില്ല, എല്ലാവരും ഒരേപോലെ അത് പഠിച്ചെടുത്തിട്ടില്ല. ആ ഒരു ഡിഫറൻസ് അവിടെയുണ്ട്. അതിനാണല്ലോ നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഏജിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർ ജനിക്കുന്നതിനേക്കാളും മുൻപ് തന്നെ എന്തുണ്ട്, ഈ പറയുന്ന ടെക്നോളജീസ് അവൈലബിൾ ആണ്. സോ അവർക്കിതൊന്നും പുതിയതല്ല. ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് നമ്മൾ പഴയ കാലത്തെ റേഡിയോനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പഴയ കാലത്തെ ഉണ്ടായിരുന്ന ബസ്സിനെ കുറിച്ചിട്ടോ ഇതിനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ഒരു ഐഡിയ തന്നെ ഇല്ല. കാരണം ഇന്ന് കുട്ടികൾ ഫുള്ളും നെറ്റിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സോ 2 വയസ്സുള്ള കുട്ടി പോലും നെറ്റ് കണക്ഷൻ എടുക്കാനോ അതല്ലാതെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗെയിമുകൾ എടുക്കാനോ അതിനൊക്കെ അവർ വെൽ വേഴ്സ്ഡ് ആണ്. ഓക്കെ, അവർ അതിലൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്ന കുട്ടികളാണ്. പക്ഷേ അതൊരു ഓൾഡ് ജനറേഷൻ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നൊന്നും വരില്ല. സോ ദിസ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദം. Digital learning is any type of learning that is accompanied by technology or instructional practice that makes effective use of technology. Digital learning എന്താ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ how far we are using those technology. ലേണിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ലോക്ക്ഡൗൺ പല ആൾക്കാരെയും പല കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. ഹൗ ടു ലിവ്.
എന്നുള്ളത് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ കുറേ ടൈം നമുക്ക് വെറുതെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഹൗ ഫാർ വി ഹാവ് യൂസ്ഡ് ഇറ്റ്. ചില ആൾക്കാർ അത് ഓരോ പ്രാവശ്യം മോട്ടിവേറ്റിംഗ് ആയത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിലെ ഓരോ ദിവസവും ആൾക്കാർ ചെയ്തിരുന്ന കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ അവർ ന്യൂസ് പേപ്പറിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഒരു എന്താ പറയുക, എല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഡിജിറ്റൽ ലേണിംഗ്, നമ്മൾ എങ്ങനെയാണ് ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നത്, ഹൗ ഫാർ വി ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് എന്നുള്ളതാണ്. ഓക്കെ, the first skills that digital age learners must need digital literacy and digital fluency. So digital learners ഏജിൽ നമുക്ക് ആദ്യം വേണ്ടത് ഡിജിറ്റൽ ലിറ്ററസിയും ഡിജിറ്റൽ ഫ്ലുവൻസിയാണ്. നമ്മൾ പറയുന്ന ടേംസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവണം. അതേപോലെ തന്നെ ഡിജിറ്റൽ ഏജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഡിജിറ്റൽ നോളജ് നമുക്ക് ഉണ്ടാവണം. അതൊക്കെയാണ് അതിൽ വരുന്നത്. ലിറ്ററസി ഇൻ ദ പാസ്റ്റ് വാസ് സോൺലി ടെക്സ്റ്റ് ബേസ്ഡ്. പണ്ട് കാലത്ത് നമ്മൾ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ടെക്സ്റ്റ് ബേസ്ഡ് ആയിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഓവർ ടൈം ടെക്സ്റ്റ് ബിക്കെയിം കോംപ്ലിമെൻറ്റഡ് ബൈ ദ ഇമേജസ് ആൻഡ് ലേറ്റർ ബൈ ദ സ്ക്രീൻസ്. അപ്പോൾ സ്ക്രീനുകളും അതേപോലെ ഇമേജസും വന്നതോട് കൂടിയിട്ട് ടെക്സ്റ്റിൻ്റെ സ്ഥാനം ഒന്നും മാറി. കാരണം എന്താവശ്യമാണെന്നുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് സ്ക്രീനിൽ നിന്ന് അവൈലബിൾ ആണ്. ആൻഡ് ഇമേജസ്, വീഡിയോസ് എന്നുള്ള രൂപത്തിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, digital students have developed an ability to communicate and express with images, sound and other media, which is crucial aspect of the new literacy. ഇപ്പോൾ ന്യൂ ലിറ്ററസിയിൽ വരുന്നതായിട്ടുള്ള ഇമേജസ്, സൗണ്ടും വീഡിയോ ഇതൊക്കെ മിക്സ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഇന്ന് കുട്ടികൾക്ക് അറിയാം. ഓക്കെ, and then information navigation is perhaps the key component of literacy in the digital age. നമ്മൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ട്രയാങ്കുലേഷൻ, അതേപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ, ഹൗ വി ആർ പ്രസൻറ്റിങ് ഇറ്റ്, ഹൗ വി ആർ യൂസിങ് ഇറ്റ്, ഹൗ വി ആർ യൂസിങ് ഇറ്റ് ക്രിയേറ്റീവ്ലി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിജിറ്റൽ ലിറ്ററസിയിൽ വരുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് കോംപ്ലെക്സ് ആൻഡ് ഈസ് എ നെസസറി സ്കിൽ ഫോർ ഡിജിറ്റൽ ലേണേഴ്സ് ടു ബിക്കം മോർ ഓട്ടോണമസ് ആൻഡ് എംപവേർഡ് ഇൻ ദിസ് ഡിജിറ്റൽ ഏരിയ. ഇത് പഠിക്കാതെ നിവർത്തിയില്ല. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഒരിക്കൽ പോലും കമ്പ്യൂട്ടർ എന്താണെന്നറിയാത്ത ആൾക്കാരും അല്ലെങ്കിൽ ഒരിക്കൽ പോലും കമ്പ്യൂട്ടറിൽ തൊടാത്ത ആൾക്കാരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ദേ ഷുഡ് ലേൺ കമ്പ്യൂട്ടർ ലിറ്ററസി എന്താണെന്നുള്ളത് ആദ്യം തന്നെ അവർ പഠിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനെ ബേസ് ചെയ്ത് അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതിൽ വരുന്ന വേർഡ്സുകളും അതിൽ വരുന്ന ലാംഗ്വേജും യൂസ് ചെയ്യുമ്പോൾ അവർക്കതിൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ വിത്ത് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിജിറ്റൽ ലേണേഴ്സ്. ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയാണ്? ദേ ആർ ബിസി, ഇംപേഷ്യൻറ്റ്, ഇംപാർഷ്യൽ, സോഷ്യൽ ആൻഡ് ടെക്നിക്കൽ. 5 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ടുഡേ ലേണേഴ്സ് ആർ ബിസി സിൻസ് മെനി ലേണേഴ്സ് ഓൾസോ എംപ്ലോയീസ് whose face increasing pressure within the workplace due to increased workloads and longer working hours. എല്ലാവരും ബിസിയാണ്. കാരണം എവറി ഓർഗനൈസേഷൻ അവർക്ക് കൊടുക്കുന്ന വർക്ക് ലോഡ് എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ ലോങ്ങർ അവേഴ്സ് അവരതിന് വേണ്ടിയിട്ട് ഓവർ ടൈം എടുത്ത് അവർ വർക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇടയിലും അവരെന്ത് ചെയ്യണം? It is the time available for learning is limited, so digital learners want courses to be split up into manageable size, enabling them spare at least 30 minutes a day. അപ്പോൾ ഇന്ന് പലരും യൂട്യൂബിൽ പല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെങ്കിലും അവരെപ്പോഴും ഷോർട്ട് വീഡിയോസ് ചെയ്യാനാണ്, ബിലോ 30 minutes. കാരണം അതിൽ കൂടുതൽ ആ ഒരു വീഡിയോമേ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനായിട്ട് ഒരാൾക്ക് ഇന്ന് പറ്റുന്നില്ല. കാരണം ഡ്യൂ ടു ദറ്റ് ഈസ് ഓവർലോഡ് ഓഫ് വർക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ടൈറ്റ് വർക്ക് ഷെഡ്യൂൾ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ചധികം നേരം അവർക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. Okay, next is impatient. Digital learners will not tolerate complexity and they want learning with minimum botheration.
ഈസി ആയിട്ട് പഠിച്ചെടുക്കാനുള്ളത് ഏതാണോ അതാണ് ഇന്ന് ലേണേഴ്സിന് ഏറ്റവും കൂടുതൽ ആവശ്യം. മണിക്കൂറുകളോളം എടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേക്കാളും ടു ദ പോയിൻ്റ് ആയിട്ട് ഹു എക്സ്പ്ലെയിൻസ് ഇറ്റ് ആ വീഡിയോസ് കാണാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. ഇംപാർഷ്യൽ. Often digital learners don't care how content is delivered. They use different devices at different times. Smartphone during their travel, tablets. നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഡെസ്ക്ടോപ്പ് വേണമെന്ന് ഒരു നിർബന്ധം അവിടെ പറയില്ല. ഈവൻ ഇഫ് യു ആർ ഹാവിങ് യുവർ മൊബൈൽ, ഈവൻ ഇഫ് യു ആർ ഹാവിങ് യുവർ ലാപ്ടോപ്പ് ഓർ ഇഫ് യു ആർ ഹാവിങ് യുവർ ഡെസ്ക്ടോപ്പ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിൽ നമുക്ക് നമ്മൾ പറയുന്ന വീഡിയോസോ അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസോ ഇതൊക്കെ അവൈലബിൾ ആണ്. ഇറ്റ് ഈസ് ഇംപാർഷ്യൽ. ഞാനിതിൽ മാത്രം ടെലികാസ്റ്റ് ചെയ്യില്ല, നത്തിങ് ഇസ് സെയിങ്. നമ്മൾ ഏതിലായാലും നമുക്ക് എടുക്കാം. ഈവൻ സ്മാർട്ട് ടി വിസിലും നമുക്കിത് അവൈലബിൾ ആണ്. സോഷ്യൽ. ഇനി ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ ലേണേഴ്സ് ആർ സോഷ്യൽ ക്രീച്ചേഴ്സ്. ദേ ആർ passionate users of Facebook, Twitter and LinkedIn. അപ്പോൾ ഇതിൽ എല്ലാവരും ദാറ്റ് ഈസ് സോഷ്യൽ മീഡിയാസിൽ വളരെ ആക്റ്റീവായിട്ട് തന്നെയാണ് ഇന്ന് ഡിജിറ്റൽ ലേണേഴ്സ് മൂവ് ചെയ്യുന്നത്. ദേ ആർ ഇൻഫോംഡ് ത്രൂ സോഷ്യൽ റെഫറൽസ് ഫ്രം ഫ്രണ്ട്സ്. Digital learners gathers information and form opinion about courses through social media. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇന്ന് ഓരോ ഇതിനെ കുറിച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു സാധനം പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസ് അതിലുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഓരോ ക്ലാസ്സിനെ കുറിച്ചിട്ടോ ഓരോ കോഴ്സിനെ കുറിച്ചിട്ടുള്ള റിവ്യൂസും അതിലുണ്ടായിരിക്കും. സോ ആൾക്കാർക്ക് അത് വായിച്ചിട്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടോ എന്തൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുണ്ടെന്നുള്ളത് അവരിന്ന് സോഷ്യൽ മീഡിയാസിൽ അവർ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. സോ സോഷ്യൽ മീഡിയാസ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനും ചില കോഴ്സസിനെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ദെൻ ഇസ് ടെക്നിക്കൽ. ഡിജിറ്റൽ ലേണേഴ്സ് ആർ ഓൾസോ ടെക്നിക്കൽ ഇൻ ദ സെൻസ് that they are well versed in the internet and use of technology in learning. അപ്പോൾ ഈ മോഡേണൈസേഷൻ ഓഫ് ലേണിംഗ് കാലത്തിൽ നമുക്ക് പുതിയ ഇൻ്റർനെറ്റ് യൂസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ വേരിയസ് ഫെസിലിറ്റീസിനെ കുറിച്ചിട്ടും ടെക്നോളജീസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അത് നമുക്ക് അതിലേക്ക് അക്വയർ ചെയ്യാനും കോപ്പി ചെയ്യാനും ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തരുന്ന ഒരു ട്രെയിനിങ്ങും കൂടിയാണ്, ടെക്നിക്കൽ ട്രെയിനിങ്ങും കൂടിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഡിജിറ്റൽ ലേണിങ്ങിൽ നമുക്ക് വരുന്നത് ഡിജിറ്റൽ ഏജ് ലേണർ, അതേപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡിജിറ്റൽ ലേണേഴ്സ്. അതിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ബിസിയാണ്, ഇംപേഷ്യൻ്റ് ആണ്, ഇംപാർഷ്യലാണ്, ഇന്ന് അതേപോലെ തന്നെ സോഷ്യലാണ്, ടെക്നിക്കലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we will learn about the knowledge resources on internet. ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നോളജ് റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ.